സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സാധാരണ റെഡിയാക്കാറുള്ളത്. അതിനായിട്ട് നമുക്ക് ഒരു 250 ഗ്രാം 1/4 കിലോളം ഇഞ്ചി തോലി കളഞ്ഞ് കഴുകി വട്ടത്തിൽ മാക്സിമം കനം കുറച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്കിതൊന്ന് മൊരിയിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നോക്കി നിന്ന് നമുക്കിത് വറുത്തെടുക്കണം. ഒരു കാരണവശാലും കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാട്ടോ. നല്ല ചൂടൊന്ന് മാറി കഴിയുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കണം കേട്ടോ. അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായംപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണേ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളപ്പിക്കാം. ഇനി നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെയാണ് കേട്ടോ നമുക്കിത് തിളപ്പിക്കേണ്ടത്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്ന് അതുപോലെ തന്നെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ടെന്ന്. നമുക്ക് ഇഞ്ചിക്കറി കഴിക്കുമ്പോഴൊക്കെ ഒരു ടെക്സ്ചർ നമുക്കറിയാമായിരിക്കുമല്ലോ. പിന്നെ കുറച്ചും കൂടെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം അതിൽ നിൽക്കണം നമ്മൾ ഓഫ് ചെയ്യണ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് താളിപ്പാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. എന്നിട്ട് 2 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളകും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ. താങ്ക്